കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ധൈര്യമില്ല. സമരം ചെയ്താൽ ED വരുമെന്നുള്ള പേടി മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് സമരം ചെയ്യുന്നില്ല. നമസ്കാരം. കേരളത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. 1957 മുതൽ ലോകത്തിലെ ആദ്യമായി ബാലറ്റ് സമ്പ്രദായത്തിലൂടെ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയായിരുന്നു. അന്നു മുതൽ ഇന്നോളം കേരളത്തിൽ അനവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരേ നേതാവിന് മാത്രമേ എല്ലാവരും ലീഡർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ കെ കരുണാകരൻ ആയിരുന്നു. കെ കരുണാകരൻ സുഹൃത്തുക്കൾക്കിടയിലും പ്രതിപക്ഷ നിരയിലും രാഷ്ട്രീയ പ്രതിയോഗികൾക്കിടയിലും അറിയപ്പെട്ടിരുന്നതും അവരെല്ലാവരും വിളിച്ചിരുന്നതും കെ കരുണാകരനെ ലീഡർ എന്ന് തന്നെയായിരുന്നു. കെ കരുണാകരന്റെ മകനായ കെ മുരളീധരനും ഇപ്പോൾ കോൺഗ്രസിലെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. അദ്ദേഹം KPCCയുടെ സമുന്നതമായ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം MP ആണ്. കെ മുരളീധരൻ കേരളത്തിലെയും ഇന്ത്യയിലെയും നിലവിലുള്ള രാഷ്ട്രീയ ഭരണാധികാരങ്ങളുടെ നയവൈകല്യങ്ങളെ കുറിച്ച് വളരെ സുവ്യക്തമായ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത് വളരെ കൗതുകത്തോടു കൂടി തന്നെ കേട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കി കേരളത്തിലെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു, കേരളത്തിലെ പദ്ധതികളെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും കൂടി ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ ഐക്യ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സമാന ചിന്താഗതിയുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ നയവൈകല്യങ്ങളോട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ഹൗസിൽ നിന്നും സമാന ചിന്താഗതിയുള്ള, അതായത് യോജിക്കാവുന്ന കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ യോജിക്കാവുന്ന കാര്യങ്ങളിലെല്ലാം യോജിക്കാവുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ചുകൊണ്ട് കേരള ഹൗസിൽ നിന്ന് പദയാത്ര ആയിക്കൊണ്ട് തന്നെയായിരുന്നു ഈ സമരം വിഭാവനം ചെയ്തിരുന്നത്. പിന്നീട് അത് സമ്മേളന നഗരിയിൽ സമാപിച്ച് വലിയ മഹാസമ്മേളനമായി നടത്തുവാൻ തന്നെ, പ്രതിഷേധ സമ്മേളന സമരമായി തന്നെ നടത്തുവാൻ തന്നെയാണ് എല്ലാവരും നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടോ ഫെഡറലിസം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെമിനാറാക്കി ഈ സമരത്തെ പിണറായി വിജയനും കൂട്ടരും മാറ്റിയിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ വളരെ ഹാസ്യോദ്യോതകമായി തന്നെ സംസാരിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു കെ മുരളീധരൻ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചത്. ഇതിന്റെ കാരണവും കൂടി കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. പിണറായി വിജയനും ഇടതുപക്ഷവും ഏതെങ്കിലും ഒരു ആവേശം മൂത്തുകൊണ്ട് ഡൽഹിയിൽ ചെന്ന് നരേന്ദ്രമോദിക്കെതിരെ സമരം നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലിഫ് ഹൗസിലേക്കും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ താമസിക്കുന്ന ഇടങ്ങളിലേക്കും ED ഇരച്ചെത്തും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത്, മാസപ്പടി വിവാദം എന്നിങ്ങനെ നിരവധി കേസുകളിൽ അച്ഛനും മകളും പ്രതിയായിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർ പ്രതിസ്ഥാനത്താണ് എന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആരോപണങ്ങൾ നിലവിലുള്ള ഈ സമയത്ത്, കേസുകൾ നിലവിലുള്ള ഈ സമയത്ത് പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്യുകയും സമര സമ്മേളനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിണറായി വിജയൻ കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ED പിണറായി വിജയന്റെ വീട്ടിലും മകൾ താമസിക്കുന്ന സ്ഥലത്തും എത്തും എന്ന് തന്നെയാണ് കെ മുരളീധരൻ വളരെ പരിഹാസദ്യോതകമായി പറയുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ EDയെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറി അവരുടെ ഫെഡറൽ സ്വഭാവത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഫെഡറലിസം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു സെമിനാറാക്കി ആ സമരത്തെ അവർ മാറ്റി എന്നാണ് കെ മുരളീധരൻ പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് സംസാരിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ത്രികോണ മത്സരമാണെന്ന് കൂടി ഇടതുപക്ഷം പറന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ പൊള്ളത്തരം കൂടി കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും ത്രികോണ മത്സരം നടക്കുന്നില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നത്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ, അതായത് BJPക്ക് സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ UDFും തമ്മിലാണ് മത്സരം നടക്കുക. ബാക്കി കേരളത്തിലുള്ള എല്ലാ മത്സരങ്ങളിലും LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുക. അല്ലാതെ അവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നില്ല എന്നാണ് അസന്നിഗ്ധമായി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് BJPക്ക് ഇല്ലാത്ത ശക്തി ഉണ്ടാക്കി കൊടുക്കുവാനാണ് പിണറായി വിജയനും LDFും ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ പിണറായി വിജയനെയും LDFിനെയും തുറന്നു കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത്.
BJPയെ ഒരു സമുന്നത ശക്തിയായി വളർത്തിക്കൊണ്ടുവരാൻ LDF ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് BJPയും UDFും LDFും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അവർ വ്യഗ്രത കാണിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരണമായി കെ മുരളീധരൻ പറഞ്ഞത്. ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു. അതിന് സമാന ചിന്താഗതിയുള്ള പ്രതിപക്ഷങ്ങൾ കൂടി തങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡൽഹിയിലെ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത് എന്നുകൂടി കെ മുരളീധരൻ പറയുന്നു. എന്നാൽ നരേന്ദ്രമോദിയെ ഭയന്നുകൊണ്ട്, നരേന്ദ്രമോദിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയന്നുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ സമരത്തിന്റെ സ്വഭാവം മാറ്റിയിരിക്കുന്നു. ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സെമിനാറാക്കി ആ സമരത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇതിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാനാവില്ല എന്നുകൂടി കെ മുരളീധരൻ പറയുന്നു. എന്തായാലും പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും നയവൈകല്യങ്ങൾക്ക് ഒരുപാട് സമാനതകളുണ്ട്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഇരുവരുടെയും ഭരണം, അല്ലെങ്കിൽ ഇരുവരുടെയും ഭരണരീതികൾ ഇത് തന്നെയാണ് എന്ന് പറയാതെ പറയുവാൻ കൂടി കെ മുരളീധരൻ ഈ അവസരം ഉപയോഗിച്ചു. പിണറായി വിജയനെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് കെ മുരളീധരൻ സംസാരിക്കുന്നത്, സമരത്തിന് പോകുന്നവർക്ക് തന്നെ സമരമാണോ എന്ന് അറിഞ്ഞുകൂടാ. UDFനെ ക്ഷണിച്ചത് സമരം ചെയ്യാനാണ്. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നത് അത് എന്താണ്, ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ഒരു സെമിനാർ പോലെ മാറ്റുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ധൈര്യമില്ല. സമരം ചെയ്താൽ ED വരുമെന്നുള്ള പേടി മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് സമരം ചെയ്യുന്നില്ല. അതിനു പകരം പ്രഖ്യാപിച്ച സമരത്തിനെ ഒരു സെമിനാറാക്കി മാറ്റിയിരിക്കുക. ഇത്രയും നാണം കെട്ടൊരു പ്രവൃത്തി ആദ്യമായിട്ട് കാണും. ഇവിടെ സംശയം എന്താ, ഇന്നലത്തെ അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ, കേരളത്തിൽ പലയിടത്തും ത്രികോണ മത്സരം നടക്കുന്നു. ഇല്ലാത്ത കരുത്ത് BJPക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് കാണുന്നത്. ഇവിടെ ഒരു ത്രികോണവും ഇല്ല. തിരുവനന്തപുരത്ത് മാത്രം മത്സരം UDFും BJP ആയിട്ടാണ്. മറ്റെല്ലായിടത്തും ഞങ്ങൾ LDF ആയിട്ടാണ് മത്സരം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെതിരായിട്ടാണോ മത്സരിക്കുന്നത് അവർക്കാണ് ഇപ്പോൾ സംശയം, ത്രികോണമാണോ എന്ന്. ഞങ്ങൾക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല. കേരളത്തിലെ 19 സീറ്റുകളിലും UDF LDF മത്സരമാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ടേമിലായിട്ട് മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം BJPക്ക് ഇല്ല. പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവർക്കും ഡാറ്റ കാണിക്കും, തിരിച്ചും ജനങ്ങൾ ഡാറ്റ കാണിക്കും. ഡാറ്റ മോഡിക്കും, വോട്ട് UDFിനുമായിരിക്കും.